Good afternoon. Good afternoon. Okay, നമ്മള് housekeeping chapter ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. Page number ഒന്ന് പറയോ? Page number page number 88 housekeeping കേട്ടോ. Okay. നമ്മള് cleaning duties for patient rooms വരെ നമ്മൾ എടുത്തു നിർത്തി. ഈ next topic ആണ് പറയാൻ പോകുന്നത്. Patient room, bathroom. Sorry, patient room, bathroom cleaning procedures ആണ് തുടങ്ങാൻ പോകുന്നത് കേട്ടോ. Okay ആണോ? എത്ര വരെ cleaning duties for patient rooms എത്ര വരെയാണ് നമ്മൾ എടുത്തു നിർത്തിയത്? Clear ആണോ? എത്ര വരെ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? Next topic മിസ് സ്റ്റാർട്ട് ചെയ്യട്ടെ. Okay. So next ആണ് patient room, bathroom cleaning procedures. First point എന്താണ്? Empty and sanitize trash can needed. Replace linears. എന്താ പറയുന്നത്? ഈ trash cans എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? Trash ആയിട്ടുള്ളത് എന്താ? Trash എന്ന് പറഞ്ഞാല് ചവച്ച കുട്ടികളല്ലേ? വേസ്റ്റ് ബാസ്കറ്റുകള്. വേസ്റ്റ് ബാസ്കറ്റുകൾ എന്ത് ചെയ്യണം? എംപ്റ്റി ആക്കുകയും സാനിറ്റൈസ് ചെയ്യുകയും ചെയ്യണം. വേസ്റ്റ് ഒക്കെ കളഞ്ഞ് അത് വൃത്തിയാക്കി എംപ്റ്റി ആക്കുകയും ശൂന്യമാക്കുകയും സാനിറ്റൈസ് ചെയ്യുകയും ചെയ്യണം. അതുപോലെ തന്നെ റീപ്ലേസ് ചെയ്യാം കവേഴ്സ് ഒക്കെ. നമ്മളിപ്പോ വേസ്റ്റ് ബാസ്കറ്റിൽ ഒരു കവർ ഇട്ടിട്ടാണ് നമ്മൾ വേസ്റ്റുകളൊക്കെ ഇടുന്നത്. ബ്ലാക്ക് കളറിലത്തെ അറിയോ നിങ്ങൾക്ക്? ആ പ്ലാസ്റ്റിക് കവർ എന്ത് ചെയ്യണം? റീപ്ലേസ് ചെയ്യാം കേട്ടോ. ഇനി എന്താണ് സെക്കൻഡ് പോയിന്റ്? എന്താണ്? സാനിറ്റൈസ് ടച്ച് പോയിന്റ്സ് ലൈറ്റ് സ്വിച്ച് ആക്കണം കേട്ടോ. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. SWITCHES സ്വിച്ച്, ഡോർ നോബ്സ്, ഹാൻഡ് റൈറ്റ്സ്. എന്താ പറയുന്നത്? ഈ സ്വിച്ചുകൾ അല്ലെ, ലൈറ്റിന്റെ സ്വിച്ചുകള്. അതുപോലെ തന്നെ ഡോർ നോബ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോബ് എന്താ? നോബ് എന്ന് പറഞ്ഞാൽ എന്താ? പിടി നമ്മള് ഡോറ് തുറക്കാനായിട്ട് യൂസ് ചെയ്യില്ലേ? പിടി ട്ടോ. അപ്പൊ എന്താണ് നോബ് എന്ന് പറഞ്ഞാല്? അതുപോലെ തന്നെ ഹാൻഡ് റൈറ്റ്സ് എന്ന് പറഞ്ഞാല് നമ്മള് ഇങ്ങനെ അറിയാലോ നിങ്ങൾക്ക്, ഹാൻഡ് റൈറ്റ്സ്. അതൊക്കെ എന്ത് ചെയ്യണം? നല്ല വൃത്തിയായിട്ട് സാനിറ്റൈസ് ചെയ്യണം. പിന്നെ എന്താണ്? ക്ലീൻ ആൻഡ് സാനിറ്റൈസ് ഷവേഴ്സ്, ടബ്സ് ആൻഡ് സിങ്സ്. എന്ത് ചെയ്യണം? ഷവേഴ്സ് അല്ലെ, ബാത്റൂമിലൊക്കെ എന്താണ് ഷവേഴ്സ് ഉണ്ടാവും, ടബ്സ് ഉണ്ടാവും, അതുപോലെ സിങ്കുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ എന്ത് ചെയ്യണം? നല്ല രീതിയിൽ ക്ലീൻ ആക്കുകയും സാനിറ്റൈസ് ചെയ്യുകയും ചെയ്യണം. Clean and sanitize toilet bowl, seat stand and flush hand. എന്താണ്? ടോയ്ലറ്റ് ബൗള്. അതുപോലെ തന്നെ എന്താണ് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞത്? സ്വിച്ചിന്റെ സ്പെല്ലിംഗ് അവിടെ തെറ്റാണ്. SWI ആണ്. ഐ ആക്കാം കേട്ടോ. എ വെട്ടിക്കളഞ്ഞിട്ട് ഐ ആക്കാം. ഓക്കെ. അപ്പോ നാലാമത്തെ കാര്യമാണ് നമ്മൾ പറയുന്നത്. നാലാമത്തെ പോയിന്റ് ആണ് ക്ലീൻ ആൻഡ് സാനിറ്റൈസ് ടോയ്ലറ്റ് ബൗൾ, സീറ്റ് സ്റ്റാൻഡ് ആൻഡ് ഫ്ലഷ് ഹാൻഡിൽ. അപ്പൊ എന്താണ്? ടോയ്ലറ്റ് ബൗള്, സീറ്റ്, അതുപോലെ എന്താണ് ടാങ്കുകൾ ഉണ്ടാവും, ഫ്ലഷ് ഹാൻഡിൽസ്. അപ്പൊ ഇതൊക്കെ എന്ത് ചെയ്യാം? ക്ലീൻ ആക്കുക, സാനിറ്റൈസ് ചെയ്യുക. അപ്പൊ 4 കാര്യങ്ങളാണ് ബാത്റൂം ക്ലീനിങ്ങിൽ നമ്മൾ പറഞ്ഞത്. ഏതൊക്കെയാണ് പറഞ്ഞത്? എന്താണ്? ബ്രഷ് അല്ലെ, ഈ ചവിട്ടുകൊട്ടകൾ അല്ലെങ്കിൽ വേസ്റ്റ് ബാസ്കറ്റുകള്, അത് എംപ്റ്റി ആക്കുകയും സാനിറ്റൈസ് ചെയ്യുകയും ചെയ്യണം. അതുപോലെ തന്നെ കവർ ഉണ്ടെങ്കിൽ അത് റീപ്ലേസ് ചെയ്യാം. പിന്നെ എന്താണ്? സ്വിച്ചുകള്, അതുപോലെ എന്താണ് ഡോർ നോബ്സ്, ഡോറിന്റെ പിടികള്, ഹാൻഡ് റൈറ്റ്സ് ഒക്കെ എന്ത് ചെയ്യണം? സാനിറ്റൈസ് ചെയ്യണം. അതുപോലെ ബാത്റൂമില് ഷവേഴ്സ് ഉണ്ടാവും, അതുപോലെ ടബ്, സിങ്കുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ സാനിറ്റൈസ് ചെയ്യാം, ക്ലീൻ ആക്കുകയും ചെയ്യണം. അതുപോലെ എന്താണ് ടോയ്ലറ്റ് ബൗൾ, സീറ്റ്സ്, അതുപോലെ ടാങ്ക്, ഫ്ലഷ് ഹാൻഡിൽസ് ഒക്കെ ഇതൊക്കെ എന്ത് ചെയ്യണം? ക്ലീൻ ആക്കുക, സാനിറ്റൈസ് ചെയ്യാം. ഓക്കെ ആണോ? 4 പോയിന്റും
ഓക്കെ, എളുപ്പമാണ് വായിച്ചു നോക്കാനായിട്ട്. നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കിയാൽ മതിയിട്ട് ഇതൊക്കെ എന്തിനാണ് ഏതൊക്കെയാ വരുന്നത് എന്നുള്ളത്. ഓക്കെ, ചില പോയിന്റ്സ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാത്തിലും ഒരുപോലെ തോന്നുന്നു നമുക്ക്. ഓക്കെ, ഇനി ടെർമിനൽ റൂം ക്ലീനിങ് ടാസ്ക്. ടെർമിനൽ റൂം ക്ലീനിങ് ടാസ്ക് ആണ് നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത്. 7 points ഉണ്ട് കേട്ടോ. ഫസ്റ്റ് വൺ നോക്കിയേ, make firm that the patient has been discharged and room vacant. അപ്പൊ എന്ത് ചെയ്യണം നമ്മള്? സ്റ്റെപ്പുകൾ എന്താ നോക്കേണ്ടത്? ഡിസ്ചാർജ് അല്ലെ, ആ പേഷ്യന്റ് ഡിസ്ചാർജ് ആയിട്ടുണ്ടോ അല്ലെങ്കിൽ റൂം വാക്കന്റ് ആയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് അവരെന്താ ചെയ്യേണ്ടത്? പേഷ്യൻസ് ഡിസ്ചാർജ് ആയിട്ടുണ്ടോ അല്ലെങ്കിൽ റൂം വാക്കന്റ് ആയിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്താം. പിന്നീട് എന്താ ചെയ്യേണ്ടത്? പെർഫോം ഹാൻഡ് ഹൈജീൻ, വെയർ ഗ്ലൗസ് എന്നാക്കണം കേട്ടോ. വെയർ ഗ്ലൗസ്, സി ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്, അത് ജി ആക്കാം. വെയർ ഗ്ലൗസ്, പ്ലേസ് സേഫ്റ്റി സൈൻ ഔട്ട്ഡോർ. അപ്പൊ എന്താ ചെയ്യേണ്ടത്? നമ്മള് വൃത്തിയാക്കുമ്പോൾ ക്ലീനിങ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മള് എന്താണ് ഹാൻഡുകള് ശുചിയാക്കുക, അതുപോലെ കൈകളിൽ നമ്മള് ഗ്ലൗസ് ധരിക്കുക. അതുപോലെ തന്നെ ക്ലീൻ ആക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡോറിന്റെ മുമ്പില് സൈൻ ബോർഡ് സ്ഥാപിക്കണം. ഇനി disinfect mattress top, bottom and side, replace cover. എന്താ ചെയ്യേണ്ടത്? മാട്രസ് എന്താ? മാട്രസ് എന്ന് പറഞ്ഞാൽ എന്താ? ബെഡുകൾ അല്ലെ, ബെഡ്. അപ്പൊ ഈ മാട്രസ് എന്ത് ചെയ്യണം? ഡിസിൻഫെക്റ്റ് ആക്കാം, നിർമ്മിതമാക്കണം. അതുപോലെ ഏത് സൈഡൊക്കെയാണ് അതിന്റെ 4 ഭാഗങ്ങൾ അല്ലെ, ടോപ്പ് ടു ബോട്ടം, അതുപോലെ സൈഡ് ഭാഗങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ നല്ല രീതിയിൽ ഡിസിൻഫെക്റ്റ് ആക്കണം. അതുപോലെ ബെഡ് കവർ, പില്ലോ കവർ ഒക്കെ റീപ്ലേസ് ചെയ്യാം. എന്താണ്? വാക്യൂം ആൻഡ് പോളിഷ് ഫർണിച്ചർ, cushions, not stains or damage. എന്താ പറയുന്നത്? വാക്യൂം എന്ന് പറഞ്ഞാൽ എന്താ? വാക്യൂം എന്താണ്? എംപ്റ്റി അല്ലെ, ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങള്, അതിനെയാണ് വാക്യൂം എന്ന് പറയുന്നത്. ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങള്. അതുപോലെ തന്നെ ഫർണിച്ചർ ഒക്കെ എന്ത് ചെയ്യണം? പോളിഷ് അല്ലെ, പോളിഷ് ആൻഡ് വാക്യൂം ഫർണിച്ചർ. ഫർണിച്ചർ ഒക്കെ കറക്റ്റ് ആണോ, അതുപോലെ തന്നെ കുഷൻ ഒക്കെ കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കാം. കറക്റ്റ് അല്ലെങ്കിൽ അത് നേരെയാക്കിയിടാം. അതുപോലെ തന്നെ എന്തെങ്കിലും താഴെയൊക്കെ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലത്തൊക്കെ എന്തെങ്കിലും മലിനമായിട്ടുണ്ടോ എന്നുള്ളത് നോക്കാം. മലിനമായിട്ടുള്ള എന്തെങ്കിലും ഇപ്പോ അവിടെ ഇവിടെ കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കാം. ഇനി എന്താണ്? ക്ലീൻ ആൻഡ് സാനിറ്റൈസ് മെഡിക്കൽ എക്യുപ്മെന്റ്, വീൽ ചെയർസ്, IV poles, etc. IV poles എന്താ? IV poles അറിയോ എന്താണെന്ന്? മൊഡ്യൂൾ 1 and 2 പഠിച്ചിട്ടുണ്ടാവുമല്ലോ. IV poles അതന്നെ നമ്മള് ഇപ്പോ ട്രിപ്പ് ഇടുന്ന അല്ലെ, ട്രിപ്പ് ഇടാൻ വേണ്ടിട്ട് ചെയ്യില്ലേ നമ്മള്? ഓക്കെ, ഇതാണ് IV poles എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ വീൽ ചെയർസ്, ചില രോഗികൾ എന്താണ് വീൽ ചെയർസ് നിൽക്കുന്നവർ അല്ലെ, കിടപ്പായ രോഗികള് അല്ലെങ്കിൽ നടക്കാൻ പറ്റാത്ത രോഗികളൊക്കെ ഉണ്ടാവും. അപ്പൊ അവരൊക്കെ എന്താണ് വീൽ ചെയർസ് കിട്ടിയൊക്കെ നമ്മള് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വീൽ ചെയർസ് ആയാലും IV poles ഒക്കെ ആയാലും എന്താണ് അവർ ഉപയോഗിച്ചിട്ടുണ്ടാവും അല്ലെ, അതൊക്കെ എന്ത് ചെയ്യണം? ക്ലീൻ ചെയ്യാം, സാനിറ്റൈസ് ചെയ്യാം. പിന്നെ എന്താണ്? ചെക്ക് ആൻഡ് റീഫിൽ സോപ്പ് ആൻഡ് പേപ്പർ ടവൽസ്, ഡിസ്പെൻസേഴ്സ്. എന്താ പറയുന്നത്? സോപ്പ് ഒക്കെ നോക്കാം. അതുപോലെ തന്നെ പേപ്പർ ടവൽസ് എന്നൊക്കെ പറഞ്ഞാൽ ടിഷ്യൂസ് ഒക്കെ, അതൊക്കെ എംപ്റ്റി ആയിട്ടുണ്ടെങ്കിൽ റീഫിൽ ചെയ്ത് കൊടുക്കുക. പിന്നെന്താണ്? ക്ലീൻ ആൻഡ് സാനിറ്റൈസ് പേഷ്യന്റ് ബാത്റൂം, സ്വീപ് വിത്ത് മോപ്സ് ആൻഡ് സാനിറ്റൈസ് ഓൾ ഫ്ലോർസ്. എന്താ പറയുന്നത്? പേഷ്യന്റിന്റെ ബാത്റൂം ക്ലീൻ ആക്കുക, പേഷ്യന്റ് യൂസ് ചെയ്തത്. അതുപോലെ തന്നെ എന്താ ചെയ്യാ? സ്വീപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? വിത്ത് മോപ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? വിത്ത് മോപ്പ്. സ്വീപ്പ് എന്താ? നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടല്ലോ, അടിച്ചു വാരുക അല്ലെ. വിത്ത് മോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? തുടയ്ക്കുക. അതുപോലെ തന്നെ എന്താണ്? ഫ്ലോർ ഒക്കെ നല്ല രീതിയിൽ അടിച്ചു വാരി തുടച്ച് സാനിറ്റൈസ് ചെയ്യണം. ഇത്രയും കാര്യങ്ങളാണ് ടെർമിനൽ റൂം ക്ലീനിങ് ടാസ്ക് ആയിട്ട് പറയുന്നത്. ഫസ്റ്റ് വൺ എന്തായിരുന്നു പറഞ്ഞത്? അടിച്ചു വാരി തുടയ്ക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ എന്തായിരുന്നു പറഞ്ഞത്? നമ്മള് വ്യക്തി അല്ലെ, പേഷ്യന്റ്
എന്താണ് വേക്കൻസ് ആയിട്ടുണ്ടോ അല്ലെങ്കിൽ ഡിസ്ചാർജ് ആയിട്ടുണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തണം. എന്നിട്ട് മാത്രമേ നമുക്ക് അവരുടെ റൂം അത് ഉപയോഗിച്ച റൂം ക്ലീൻ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. അതിന് വേണ്ടിയിട്ട് അവര് വേക്കൻസ് ആയോ എന്നുള്ളത് ഉറപ്പുവരുത്താം. അതിനുശേഷം നമ്മൾ ക്ലീൻ ചെയ്യാൻ പോകണം. ക്ലീൻ ചെയ്ത് എന്ത് ചെയ്യണം? ആദ്യം ഹാൻഡ്സ് അല്ലെ, നമ്മുടെ കൈകള് ഹൈജീൻ ആക്കുക, ഗ്ലൗസ് ധരിക്കുക അല്ലെ. അതുപോലെ തന്നെ സേഫ്റ്റി സൈൻ ബോർഡുകൾ ഡോറിന്റെ പുറത്ത് സ്ഥാപിക്കണം. പിന്നെന്താ പറഞ്ഞത്? മാട്രസ് ആണ് അല്ലെ, അത് ഉപയോഗിച്ച കിടക്കകളൊക്കെ ഉണ്ടെങ്കിൽ ടോപ്പ് ടു ബോട്ടം സൈഡ് ടു സൈഡ് ഒക്കെ എന്ത് ചെയ്യണം? ആക്കണം. അതുപോലെ തന്നെ അവർ ഉപയോഗിച്ച പില്ലോ കവർ ബെഡ് കവറൊക്കെ റീപ്ലേസ് ചെയ്യണം. പിന്നെന്താണ്? കുഷീൻസ് ഫർണിച്ചറൊക്കെ നല്ല രീതിയിൽ ആണ് കിടക്കുന്നത്, അതൊക്കെ ടേൺ ആക്കാം, നല്ല രീതിയിൽ കറക്റ്റ് ആക്കിയിടാം. അതുപോലെ തന്നെ എന്തെങ്കിലും മലിനമായത് കിടക്കുന്നുണ്ടെങ്കിൽ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലത്തൊക്കെ മലിനമായത് കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യാം? ക്ലീൻ ആക്കിയിടാം. അതുപോലെ തന്നെ അവർ ഉപയോഗിച്ച ലേയേഴ്സ് ഉണ്ടാവും, അണിപോൾസ് ഒക്കെ ഉണ്ടാവും, എന്ത് ചെയ്യണം? അണുവിമുക്തമാക്കണം, ക്ലീൻ ആക്കുകയും വേണം. അതുപോലെ തന്നെ സോപ്പ്, അതുപോലെ തന്നെ പേപ്പർ ടവൽസ് അല്ലെ, ടിഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എംപ്റ്റി ആയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റീഫിൽ ചെയ്ത് കൊടുക്കുക. പിന്നെ എന്താണ്? പേഷ്യന്റിന്റെ ബാത്റൂം അല്ലെ, അടിച്ചുവാരി ബാത്റൂം ക്ലീൻ ആക്കാം. അതുപോലെ തന്നെ ഫ്ലോർ, അവര് കിടക്കുന്ന സ്ഥലമൊക്കെ ഫ്ലോറുകളൊക്കെ എന്ത് ചെയ്യണം? അടിച്ചുവാരി ക്ലീൻ ആക്കി സാനിറ്റൈസ് ചെയ്യണം. ഓക്കെ ആണോ? 7 points ഒന്ന് വായിച്ചു നോക്കി. പേഷ്യന്റ് റൂം ബാത്റൂം ക്ലീനിങ് പ്രൊസീജിയറും ടെർമിനൽ ക്ലീനിങ് റൂം ക്ലീനിങ് ടാസ്കുകൾ കേട്ടോ. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കട്ടോ. കറക്ഷൻ പറയുന്നത് കേട്ടോ. കറക്ഷൻ പേഷ്യന്റ് റൂം ബാത്റൂം ക്ലീനിങ് പ്രൊസീജിയറില് രണ്ടാമത്തെ പോയിന്റ് കണ്ടോ? അതിനകത്ത് ലൈറ്റ് സ്വിച്ച് അവിടെ SWI വെട്ടിക്കളഞ്ഞിട്ട് I ആക്കാം. അതുപോലെ തന്നെ ടെർമിനൽ റൂം ക്ലീനിങ് ടാസ്കില് രണ്ടാമത്തെ പോയിന്റില് വെയർ ഗ്ലൗസ് എന്നാക്കണം കേട്ടോ. കിട്ടിയില്ലേ? വായിച്ചു നോക്കിയെന്ന്.
ക്ലിയർ ആയോ രണ്ട് കാര്യങ്ങളും? ഓക്കെ ആണോ? വായിച്ചു നോക്കിയോ? ഇനി നെക്സ്റ്റ് ആണ്, നെക്സ്റ്റ് ടോപ്പിക് ആണ് ഡെയിലി ഹൗസ് കീപ്പിംഗ് ഫോർ അതർ ഹോസ്പിറ്റൽ ഏരിയ. ഫസ്റ്റ് വൺ എന്താണ്? ക്ലീനിങ് അപ്പ് ആൻഡ് സാനിറ്റൈസ് സർഫസസ് കണ്ടാമിനേറ്റഡ് ബൈ bodily fluids as per protocols. അപ്പൊ എന്താ പറയുന്നത്? ഈ പ്രോട്ടോകോൾസ് അനുസരിച്ച് ബോഡി ഫ്ലൂയിഡ്സ് കൊണ്ട് മലിനമായിട്ടുള്ള സർഫേസുകൾ ഉണ്ടാവുമല്ലോ. ബോഡി ഫ്ലൂയിഡ്സ് എന്തൊക്കെയാണ് വരാ? എക്സാമ്പിൾ പറയാൻ പറ്റുമോ ബോഡി ഫ്ലൂയിഡ്സിന്? ബ്ലഡ്. ഓക്കെ. പിന്നെ എന്ത് പറയാൻ പറ്റും? യൂറിൻ, ബ്ലഡ്, യൂറിൻ, പിന്നെ സലൈവ. പറ്റില്ലേ പറയാനായിട്ട്? സലൈവ. അതുപോലെ എന്താണ്? പസ് പറയാൻ പറ്റും, മ്യൂക്കസ് പറയാൻ പറ്റും, ഇല്ലേ? അങ്ങനെയുള്ള കാര്യങ്ങളാണ് ബോഡി ഫ്ലൂയിഡ്സിൽ വരുന്നത്. അതുകൊണ്ട് മലിനമായിട്ടുള്ള സർഫസസ് ഒക്കെ എന്ത് ചെയ്യണം? നമ്മള് സാനിറ്റൈസ് ചെയ്യണം. പ്രോട്ടോകോൾസ് അനുസരിച്ച് ബോഡി ഫ്ലൂയിഡ്സ് കൊണ്ട് മലിനമായിട്ടുള്ള സർഫസസുകൾ നമ്മൾ എന്ത് ചെയ്യാം? സാനിറ്റൈസ് ചെയ്യണം. ഇതാണ് ഫസ്റ്റ് ഒന്നായിട്ട് പറയുന്നത്. ഇനി സെക്കൻഡ് നമ്മുടെ ഇത് ചേർക്കാം കേട്ടോ. സെക്കൻഡ് പോയിന്റ്, റീഇൻസ്റ്റേറ്റ് ഷാർക്ക് കണ്ടെയ്നേഴ്സ് when 3/4 full. എന്താ പറയുന്നത്? റീഇൻസ്റ്റേറ്റ് എന്ന് പറഞ്ഞാല് റീപ്ലേസ് എന്നാണ് അർത്ഥം. റീഇൻസ്റ്റേറ്റ് എന്ന് പറഞ്ഞാല് റീപ്ലേസ് ചെയ്യാം. ഇപ്പോ പൊട്ടിയ ഗ്ലാസുകള് അല്ലെങ്കിൽ എന്താണ് ഒടിഞ്ഞു പോയ കത്രികകളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെയാണ് ഷാർപ്പിൽ വരുന്നത് കേട്ടോ. എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്നത് കത്രികകളൊക്കെ ഒടിഞ്ഞു പോവാ, പൊട്ടിപ്പോവാ, വളഞ്ഞു പോവാ, അല്ലെ? പൊട്ടിയ ഗ്ലാസ്, ഇതൊക്കെ നമുക്ക് എന്ന് പറയാൻ പറ്റും? ഷാർപ്പിൽ ഉൾപ്പെടുത്താൻ പറ്റും. എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. അപ്പോ ഇങ്ങനെയുള്ള ഈ പൊട്ടിയ ഐറ്റംസുകൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു കണ്ടെയ്നറിലായിരിക്കും വെക്കുന്നത്. ഈ കണ്ടെയ്നേഴ്സ് അല്ലെങ്കിൽ ആ ബോക്സിൽ നമ്മൾ വെക്കുമ്പോ ഒരു 3/4 ഭാഗം അതാകുമ്പോ എന്ത് ചെയ്യണം? അത് റീപ്ലേസ് ചെയ്യണം. മനസ്സിലായോ? അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ക്ലിയർ ആയോ? അപ്പൊ സെക്കൻഡ് പോയിന്റ് ആണ് റീഇൻസ്റ്റേറ്റ് ഷാർക്ക് കണ്ടെയ്നേഴ്സ് when 3/4 full. നമുക്ക് ഇങ്ങനെ വായിക്കുമ്പോൾ ക്ലിയർ ആവില്ല. അതാണ് മിസ് പറഞ്ഞു തന്നത്. എന്താണ് ഒരു ബോക്സിൽ ഇങ്ങനെ 3/4 ഭാഗത്തോളം അത് പൊട്ടിയ ഗ്ലാസ്, ഒടിഞ്ഞു പോയത്, വളഞ്ഞു പോയത്, ഉപയോഗിക്കാൻ പറ്റാത്ത ഐറ്റംസ് ഒക്കെ അവിടെ ഇട്ടിട്ടുണ്ടാവും അതിനകത്ത്, ആ കണ്ടെയ്നറിൽ അല്ലെങ്കിൽ ആ ബോക്സിൽ. അപ്പൊ അത് 3/4 ഭാഗമാകുമ്പോൾ റീപ്ലേസ് ചെയ്ത് പുതിയത് വെക്കാം. മനസ്സിലായോ? ഇനി എന്താണ്? കൺഫേം എന്നാക്കണം കേട്ടോ. അവിടെ CONFIRM. Confirm. Floors are free of debris and chipping hazards. എന്താ പറയുന്നത്? നമ്മള് ഫ്ലോറ് ഫ്രീ ആയിട്ട്, ഫ്രീ ആണോ അല്ലെങ്കിൽ ആ ഫ്ലോറിൽ എന്തെങ്കിലും ഡിബ്രിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഡിബ്രിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവശിഷ്ടങ്ങൾ, എന്തെങ്കിലും പഠിച്ചതോ അല്ലെങ്കിൽ എന്തെങ്കിലും അവശിഷ്ടങ്ങളുണ്ടോ ഫ്ലോറില്? അല്ലെങ്കിൽ എന്താണ്? ട്രിപ്പിംഗ് ഹസാർഡ്സ് അല്ലെ? എന്താണ്? എന്തെങ്കിലും ഹസാർഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അപകടകരമായ, അല്ലെ? അപകടകരമായ എന്തെങ്കിലും സാധനങ്ങള് ഫ്ലോറിൽ കിടക്കുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം, ഉറപ്പുവരുത്തേണ്ടതാണ്. മനസ്സിലായോ? ഫ്ലോറ് ഫ്രീ ആണോ എന്ന് ചെക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഫ്ലോറിൽ എന്തെങ്കിലും അവശിഷ്ടങ്ങൾ കിടക്കുന്നുണ്ടോ അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും അപകടകരമായിട്ടുള്ള സാധനങ്ങള് ഈ ഫ്ലോറിൽ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം, ഉറപ്പുവരുത്തണം. ഫ്ലോറ് ഫ്രീ ആണെന്നുള്ളത് ഉറപ്പുവരുത്താം. മനസ്സിലായോ? മൂന്നാമത്തെ പോയിന്റ്, എന്തെങ്കിലും അവശിഷ്ടങ്ങൾ കിടക്കുന്നുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും അപകടകരമായിട്ടുള്ള വസ്തുക്കൾ കിടക്കുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. ഏതാണ്? ഇമ്മീഡിയറ്റ്ലി ക്ലീൻ അപ്പ് സ്പിൽസ് ഓൺ ഫ്ലോർസ് ആൻഡ് ഫർണിച്ചർ. എന്താ പറയുന്നത്? ഈ ഫർണിച്ചറിലോ അല്ലെങ്കിൽ ഫ്ലോറിലോ സ്പിൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പിൽസ് എന്താ? സ്പിൽസ് എന്താ? എന്തെങ്കിലും ഒഴുകി കിടക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ കേട്ടാ,
അതാണ് ഉദ്ദേശിക്കുന്നത്. ഒഴുകിക്കിടക്കുന്ന എന്തെങ്കിലും ഒഴുകിക്കിടക്കുന്നതൊക്കെ ഉണ്ടെങ്കിൽ, അപ്പൊ അങ്ങനെ ഇപ്പൊ ഫ്ലോറിലോ അല്ലെങ്കിൽ ഫർണിച്ചറിലോ ഒക്കെ എന്തെങ്കിലും ഒഴുകി കിടക്കുന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യാം, ഇമ്മീഡിയറ്റ് ആയിട്ട് അല്ലെ പെട്ടെന്ന് തന്നെ അത് ക്ലീൻ ആക്കേണ്ടതാണ്. പിന്നെന്താണ്, keep an eye on the personal belongings left by patient and visitors. എന്താ പറയുന്നത്, ഈ പേഷ്യന്റുകൾ നമ്മുടെ റൂമിലേക്ക് ചെയ്ത് പോകുമ്പോൾ അവരെ ചില സാധനങ്ങളൊക്കെ അവിടെ ഉപേക്ഷിച്ച് പോകാറുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും അല്ലെ? അഡ്മിറ്റ് ആയിട്ട് ഡിസ്ചാർജ് ആയി പോകുമ്പോൾ ചില സാധനങ്ങൾ നമ്മൾ ഉപേക്ഷിച്ച് പോകാറുണ്ട്. എക്സാമ്പിൾ പറയാൻ പറ്റോ? എന്തൊക്കെയായിരിക്കും ഉപേക്ഷിച്ച് പോകുന്നത്? ഡൈപ്പേഴ്സ് ഒക്കെ അല്ലെ, ഡൈപ്പർ, അതുപോലെ എന്തെങ്കിലും എന്താ മരുന്നിന്റെ കവറ്, സോപ്പുകള് അല്ലെ, ചീപ്പ്, കണ്ണാടി അല്ലെ, ഇതൊക്കെ നമ്മള് മറന്നു വെച്ച് പോവാ അല്ലെങ്കിൽ ഉപേക്ഷിച്ച് നമ്മള് ബോട്ടിൽസ് അങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടോ. അപ്പൊ എന്താണ്, അതൊക്കെ നമ്മൾ ഉപേക്ഷിച്ച് പോവാറുണ്ട്. അപ്പൊ ഒന്ന് ശ്രദ്ധിക്കുക, ഈ പേഷ്യന്റ് എന്തൊക്കെയാണ് ഉപേക്ഷിച്ച് പോയിരിക്കുന്നത്, നിങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കുക. ഇനി എന്താണ് ലാസ്റ്റ് വൺ, കോർഡിനേറ്റ്, സോറി കേട്ടോ, ഓക്കെ 8th പോയിന്റ് വരെ ഉണ്ട്. 6th വൺ ആണ് മിസ് പറയുന്നത് കേട്ടോ. കോർഡിനേറ്റ് ക്ലീനിങ് എഫേർട്ട് വിത്ത് കഫറ്റീരിയ സ്റ്റാഫ് വൈപ്പ് ആൻഡ് സാനിറ്റൈസ് ടേബിൾ ചെയർസ്. ആരായിരിക്കും കഫറ്റീരിയ സ്റ്റാഫ് എന്ന് പറഞ്ഞാല്? അറിയോ ആരാണെന്ന്? വെരി ഗുഡ്, ക്യാൻറ്റീൻ സ്റ്റാഫുകൾ അല്ലെ. ക്യാൻറ്റീൻ സ്റ്റാഫുകളുമായിട്ട് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ എന്താണ് ചെയേഴ്സ് ഒക്കെ അല്ലെ സാനിറ്റൈസ് ചെയ്യുക, അടിച്ചു വാരി തുടയ്ക്കുക അല്ലെ, തുടയ്ക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ക്യാൻറ്റീൻ ആയാലും നമ്മൾ എന്ത് ചെയ്യണം, അവരുമായിട്ട് കൂടി ചേർന്ന് ക്യാൻറ്റീൻ സ്റ്റാഫുകളുമായിട്ട് കൂടി ചേർന്നുകൊണ്ട് ഒരു കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് അവിടെ എല്ലാ കാര്യങ്ങളും ക്ലീൻ ആക്കുക, സാനിറ്റൈസ് ചെയ്യുക. മനസ്സിലായോ? ചെയേഴ്സും ടേബിൾസ് ഒക്കെ കേട്ടോ. ഇനി എന്താണ്, സ്റ്റോറേജ് ഏരിയ ഫോർ ക്ലീൻലിനെസ് ആൻഡ് സൈൻ ഓഫ് ഇൻസെക്ട്സ് ആൻഡ് rodents. എന്താണ് ഇൻസെക്ട്സ് എന്ന് പറഞ്ഞാല്? ഇൻസെക്ട്സ് ഇൻസെക്ട്സ് പ്രാണികൾ അല്ലെ, ചെറു പ്രാണികള്. റോഡന്റ് എന്തായിരിക്കും? റോഡന്റ് എന്തായിരിക്കും? റോഡന്റ് റാറ്റ് അല്ലെ, എലികള്. ഓക്കെ, അപ്പൊ എലികൾ ഉണ്ടോ നമ്മള് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഏരിയാസില് ചെറുപ്രാണികൾ ഉണ്ടോ അല്ലെങ്കിൽ എന്താണ് എലികൾ ഉണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. അപ്ലൈ ഹൈലി stringent cleaning and sanitizing procedures to avoid the spread of germs and bacteria. അപ്പോൾ എന്താണ്, ജെംസും ബാക്ടീരിയ ഒക്കെ സ്പ്രെഡ് ആവുന്നത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സാനിറ്റൈസിങ് പ്രൊസീജിയേഴ്സ് കർശനമായിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ അപ്ലൈ ചെയ്യണം നമ്മൾ. ഓക്കെ, 8th പോയിന്റ് എന്താ പറയുന്നത്, ഈ ജെംസ് ബാക്ടീരിയ ഒക്കെ പടർന്നു പിടിക്കുന്നത് തടയാൻ വേണ്ടിയിട്ട് കർശനമായും സാനിറ്റൈസിങ് പ്രൊസീജിയേഴ്സ് അപ്ലൈ ചെയ്യണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഡെയിലി ഹൗസ് കീപ്പിംഗ് ഫോർ അതർ ഹോസ്പിറ്റൽ ഏരിയാസിൽ വരുന്നത്. 8 പോയിന്റ്സ് ആണ് കേട്ടോ അതിൽ പറഞ്ഞത്. 8ാമത്തെ പോയിന്റ് ഒന്നുകൂടി പറയാൻ, എന്താണ്, ജെംസ് ആൻഡ് ബാക്ടീരിയാസ് പടർന്നു പിടിക്കുന്നത് തടയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, സാനിറ്റൈസിങ് പ്രൊസീജിയേഴ്സ്. അതിന്റെ മീനിങ് സ്ട്രീറ്റ് ചെടിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, കർശനമായിട്ട് ഉപയോഗിക്കുക, അപ്ലൈ ചെയ്യണം. ഓക്കെ ആണോ? അതർ ഹോസ്പിറ്റൽ ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ക്യാൻറ്റീനിന്റെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, അതൊക്കെ എന്താണ് അതർ ഹോസ്പിറ്റൽ ഏരിയാസ് ആണ്. ഓരോ ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ക്യാൻറ്റീനിന്റെ കാര്യം പറഞ്ഞില്ലേ, അതൊക്കെ എന്താണ് അതർ ഡിപ്പാർട്ട്മെന്റ് അതർ ഹോസ്പിറ്റൽ ഏരിയാസ് ആണ് കേട്ടോ. വായിച്ചു നോക്കിയേ 8 പോയിന്റ്സ് ഒന്ന് വായിച്ചേ.
സിക്സ്ത് പോയിന്റ് എന്താണ്? സിക്സ്ത് പോയിന്റ് എന്ന് പറഞ്ഞാല് നമ്മള് ക്യാൻറ്റീൻ സ്റ്റാഫിനോട് കൂടി ചേർന്നുകൊണ്ട് അവരുമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ട് അവരുടെ എന്താണ് ടേബിൾസ് ഉണ്ടാവും അല്ലെ, ക്യാൻറ്റീൻസിൽ ടേബിൾസ് ഉണ്ടാവും, ചെയേഴ്സ് ഉണ്ടാവും, മറ്റു ഏരിയകളൊക്കെ ഉണ്ടാവുമല്ലോ ക്യാൻറ്റീൻസിൽ. അവരുമായിട്ട് കൂടി ചേർന്നിട്ട് സാനിറ്റൈസ് ചെയ്യാം, ക്ലീൻ ചെയ്യാം. ഇനി നെക്സ്റ്റ് ടോപ്പിക് ആണ് പ്രോപ്പർട്ടീസ് ഓഫ് ആൻ ഐഡിയൽ ഡിസിൻഫെക്റ്റന്റ്. എന്താ പറയുന്നത്? അണുനാശിനിയുടെ ഗുണങ്ങള്. നമ്മള് എന്താണ് ഹൗസ് കീപ്പിങ്ങിന് യൂസ് ചെയ്യുന്നത് അണുനാശിനികളല്ലേ? അപ്പോ ആ അണുനാശിനിക്ക് എന്തൊക്കെ ഗുണങ്ങളാണ് ഉണ്ടായിരിക്കേണ്ടത്? അതാണ് കുറച്ച് പോയിന്റ്സിൽ അവിടെ കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് വൺ എന്താണ്? ഷുഡ് ഹാവ് ആൻ എക്സ്റ്റൻസീവ് ആന്റി മൈക്രോബിയൽ സ്പെക്ട്രം. അപ്പോ ആന്റി മൈക്രോബിയൽ സ്പെക്ട്രം എന്ന് പറഞ്ഞാല് വൈറസ്, ബാക്ടീരിയയെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള സൂക്ഷ്മാണുക്കളുടെ ഒരു ശ്രേണി, അതാണ് ആന്റി മൈക്രോബിയൽ സ്പെക്ട്രം എന്ന് പറയുന്നത്. എന്നുകൂടിയും പറയാം, വൈറസ്, ബാക്ടീരിയ ഇവയെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള സൂക്ഷ്മാണുക്കളുടെ ശ്രേണി, അതിനെയാണ് ആന്റി മൈക്രോബിയൽ സ്പെക്ട്രം എന്ന് പറയുന്നത്. അതെന്ത് ചെയ്യിപ്പിക്കണം? വ്യാപിപ്പിക്കുക അല്ലെ. എക്സ്റ്റൻസീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? വ്യാപനം. ഓക്കെ, അത് വ്യാപിപ്പിക്കുക. പിന്നെ എന്താണ്? ഷുഡ് പ്രൊഡ്യൂസ്ഡ് എ സ്വിഫ്റ്റ് കിൽ അല്ലെ. സ്വിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? പെട്ടെന്ന് തന്നെ നശിപ്പിക്കാൻ കഴിവുള്ള ഒരു അണുനാശിനി ആയിരിക്കണം ഉണ്ടാകേണ്ടത് അല്ലെ. അണുക്കളെ പെട്ടെന്ന് തന്നെ നശിപ്പിക്കാൻ കഴിവ് ഉണ്ടായിരിക്കണം. ഓക്കെ, പിന്നെ എന്താണ്? ഷുഡ് ബി വർക്കിംഗ് ഇൻ ദ പ്രസൻസ് ഓഫ് ഓർഗാനിക് മാറ്റർ. ഏതൊക്കെയാണ് ഓർഗാനിക് മാറ്റർ ആയിട്ട് വരുന്നത്? ഓർഗാനിക് മാറ്റർ എന്തായിരിക്കും? ഓർഗാനിക് മാറ്റർ എന്ന് പറഞ്ഞാല് ഓക്കെ, ബ്ലഡ്, സ്പ്യൂട്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? വേസ്റ്റുകൾ അല്ലെങ്കിൽ എച്ചിൽ എന്നൊക്കെ പറയാം നമുക്ക്. അതുപോലെ ഫീസീസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഫീസീസ് എന്ന് പറഞ്ഞാല് വിസർജം. ഓക്കെ, അതൊക്കെയാണ് ഓർഗാനിക് മാറ്ററിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പോ
ഓർഗാനിക് മാറ്റർ എന്ന് പറഞ്ഞാൽ ജൈവ വസ്തുക്കൾ. ഓക്കെ, ജൈവ വസ്തുക്കൾ. ആൻഡ് compatible with soap, detergent and other chemicals encountered in use. എന്താ പറയുന്നത്? ജൈവ വസ്തുക്കളുടെ സാന്നിധ്യത്തിൽ പ്രവർത്തിക്കുകയും സോപ്പ്, ഡിറ്റർജന്റ്, അതർ കെമിക്കൽസുമായി യോജിച്ചു പോകാൻ കഴിവുള്ളതും ആയിരിക്കണം. മനസ്സിലായോ? എന്താ പറഞ്ഞത്? ജൈവവസ്തുക്കളുടെ സാന്നിധ്യത്തിൽ പ്രവർത്തിക്കുന്നതും അണുനാശിനിയെ കുറിച്ചാണ് പറയുന്നത്. എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യമാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് പറഞ്ഞത്? ജൈവവസ്തുക്കളുടെ സാന്നിധ്യത്തിൽ പ്രവർത്തിക്കുന്നതും സോപ്പ്, ഡിറ്റർജന്റ്, അതർ കെമിക്കൽസുമായിട്ട് യോജിച്ചു പോവാൻ കഴിവുള്ളതുമായിരിക്കണം. മനസ്സിലായോ? മൂന്നാമത്തെ പോയിന്റ് ഓക്കെ ആണോ? 3 പോയിന്റ് ആണ് നമ്മൾ പറഞ്ഞത്. എന്താ പറഞ്ഞത്? ആന്റി മൈക്രോബയൽ സ്പെക്ട്രം അല്ലെ? വൈറസ്, ബാക്ടീരിയ അവയൊക്കെ കൊല്ലാൻ തരത്തിലുള്ള സൂക്ഷ്മാണുക്കളുടെ ഒരു ശ്രേണിയാണ് ആന്റി മൈക്രോബയൽ സ്പെക്ട്രം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ആന്റി മൈക്രോബയൽ സ്പെക്ട്രത്തിന്റെ എന്താണ്? അത് വികസിപ്പിക്കണം. അതുപോലെ തന്നെ പെട്ടെന്ന് അണുക്കളെ നശിപ്പിക്കാൻ കഴിവുള്ളതായിരിക്കണം അണുനാശിനി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഓർഗാനിക് മാറ്റേഴ്സുമായിട്ട് യോജിച്ചു പോകാൻ തരത്തിലും അതുപോലെ തന്നെ എന്താണ് അതിന്റെ സാന്നിധ്യത്തിൽ പ്രവർത്തിക്കുന്നത്, ഓർഗാനിക് മാറ്റേഴ്സുമായിട്ട് പ്രവർത്തിക്കുന്നത് സോപ്പ്, ഡിറ്റർജന്റ്, അതർ കെമിക്കൽസുമായിട്ട് യോജിച്ചു പോവാൻ കഴിവുള്ളതുമായിരിക്കണം. മനസ്സിലായോ? ഇനി ഡൗട്ട് ഉണ്ടോ? നെക്സ്റ്റ് പോയിന്റ് പറയട്ടെ മിസ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ആണ് should not be dangerous to the user of patient. അല്ലെ? പേഷ്യന്റിന് അപകടമൊന്നുമില്ലാത്ത രീതിയിൽ ഉള്ളതായിരിക്കണം അണുനാശിനി എന്ന് പറയുന്നത്. should not corrode instruments and metallic surfaces and should not cause the destruction of cloth, rubber, plastic and other materials. അപ്പൊ എന്താ പറയുന്നത്? കരോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നശിപ്പിക്കുക. ഓക്കെ, അപ്പൊ എന്താണ്? ലോഹം, അതുപോലെ തന്നെ ക്ലോത്ത്, റബ്ബർ, പ്ലാസ്റ്റിക്, അതർ മെറ്റീരിയൽസ് ഇവയ്ക്കൊന്നും നാശം ഉണ്ടാക്കാത്ത രീതിയിലായിരിക്കണം അണുനാശിനി ഉണ്ടായിരിക്കേണ്ടത്. ഇനി എന്താണ്? ഈസി ടു യൂസ് വിത്ത് ക്ലിയർ ലേബൽ ഡയറക്ഷൻസ്. നമ്മൾ എന്താണ്? ഒരു സാധനം നമ്മളിപ്പോ കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് അല്ലെ? അല്ലെങ്കിൽ ഇപ്പോ നമ്മൾ ഒരു സാധനം വാങ്ങിക്കുകയാണെങ്കിൽ അതെങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം, ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണ്? ഇപ്പൊ അവിടെ ഉണ്ടാവില്ലേ മാഗി ഒക്കെ വാങ്ങിക്കുമ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്? അവർ തരുമല്ലേ ഡയറക്ഷൻസ്? നമുക്ക് തരാറുണ്ട് ലേബല് അല്ലെ? ലേബൽ ചെയ്ത് തരാറില്ലേ? എന്തെങ്കിലും ഒരു സാധനം കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോ തരാറുണ്ട് അല്ലെ? നമ്മൾ അത് നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഈ അണുനാശിനിക്കും എന്താണ്? ഡയറക്ഷൻസ് ഉണ്ടാവും, ലേബല് ഒട്ടിച്ചിട്ടുണ്ടാവും. ആ ലേബലിൽ നോക്കിയിട്ട് ആ ഡയറക്ഷൻസ് അനുസരിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം അണുനാശിനി ഉണ്ടാകുന്നത്. പിന്നെ എന്താണ്? ഷുഡ് ഹാവ് എ കൺജങ്ഷൻ ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. should have a congenial odor or not odor to facilitate its routine use. എന്താ പറയുന്നത്? ഇവിടെ പറയുന്നത് എന്താണ്? നമ്മള് റുട്ടീൻ യൂസ് ചെയ്യുമ്പോ, റുട്ടീൻ ആയിട്ട് നമ്മൾ ഈ അണുനാശിനി യൂസ് ചെയ്യുമ്പോ ഈ മണം ഉണ്ടാവില്ലേ അണുനാശിനിക്കൊക്കെ? എന്റെ വീട്ടിലൊക്കെ എന്താണ്, ഇപ്പോ നമുക്ക് വെള്ളപ്പൊക്കം ഉണ്ടായല്ലോ, ആ സമയത്ത് വെള്ളം കയറിയപ്പോ ഇപ്പോ വാതിലിന്റെ കട്ടിലേക്കൊക്കെ ഇപ്പൊ നിറച്ച് ചെതലാണ്. അപ്പൊ ചെതലിനൊക്കെ മരുന്നടിച്ചു. ഒരു മാസമൊക്കെ മരുന്നടിച്ചപ്പോ കട്ടില മൊത്തം പോക്കായി. അത് തിന്ന് അതിൻ്റെ ഉള്ളിൽ ഇപ്പൊ ഒന്നുമില്ല കട്ടിലേക്ക്.
അപ്പൊ അതിന് വേണ്ടിയിട്ട് മരുന്നടിച്ചു, അണുനാശിനി അടിച്ചപ്പോ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഭയങ്കര മണവും സ്മെല്ലും എന്തോ ഒരാഴ്ച വരെ അതിന്റെ ആ അണുനാശിനിയുടെ ഇത് ഭയങ്കരമായിട്ട് നിന്നിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ബ്രീത്ത് എടുക്കാനൊക്കെ. അപ്പോ അത്രയും പവറാണ് ആ അണുനാശിനിക്ക് ഉള്ളതെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോ ഇവിടെ ചില മരുന്നാശിനിക്കൊക്കെ മണം ഉണ്ടാവാറുണ്ട്. ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് മണിക്കാനായിട്ട്, സ്മെല് ചെയ്യാനായിട്ട്, ബ്രീത്തിങ് എടുക്കാനായിട്ട്. ചിലപ്പോ ജലദോഷം, ശ്വാസം മുട്ടൊക്കെ വരാറുണ്ട്. അപ്പൊ ആണോ ടോമിനെന്ത് പറ്റി? കേട്ടപ്പോ ഒന്നും മനസ്സിലായില്ലേ? അങ്ങനെയാണ് അണുനാശിനിക്കൊക്കെ മണം വരാറുണ്ട്. ഇത് ബുദ്ധിമുട്ടാണ്. അപ്പൊ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലൊക്കെ എന്താണ് മണങ്ങളൊന്നും അല്ലെങ്കിൽ സ്മെല്ലുകളൊന്നും ആവരുത് അണുനാശിനിക്ക് ഉണ്ടായിരിക്കേണ്ടതെന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, ഒഡോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മണം, സ്മെല്ല് കേട്ടോ. should not be prohibitability high in cost. എന്താ പറയുന്നത്? ഈ അണുനാശിനിക്ക് ഹൈ കോസ്റ്റ് ഉണ്ടാവാൻ പാടില്ല അല്ലെ. നല്ല രീതിയിൽ ഒരു എന്താണ് ഒരു മിഡിലായിട്ട് അല്ലെങ്കിൽ സാധാരണക്കാരനെ വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിൽ അല്ലെ, അങ്ങനത്തെ രീതിയിലായിരിക്കണം. ഹൈ കോസ്റ്റ് ഒന്നും ഉണ്ടാവാൻ പാടില്ല. പിന്നെന്താണ്? ഷുഡ് ബി സോളബിൾ ആസ് വാട്ടർ. എന്താ പറയുന്നത്? ഈ വെള്ളത്തില് ലയിച്ചു പോകാൻ പറ്റുന്ന തരത്തിലുള്ളതായിരിക്കണം അണുനാശിനി എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇത്തിരി ചുമയാണ്, അതുകൊണ്ടാണ് ബുദ്ധിമുട്ട് കേട്ടോ പറഞ്ഞു തരാനായിട്ട്. ഇപ്പൊ ഫാനിന്റെ കാറ്റൊക്കെ ഉള്ള ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പൊ എന്താണ്? വെള്ളത്തില് ലയിച്ചു പോകാൻ പറ്റുന്നതായിരിക്കണം അണുനാശിനി എന്ന് പറയുന്നത്. പിന്നെ എന്താണ്? ഷുഡ് ബി സ്റ്റഡി കോൺസെൻട്രേറ്റ് ആൻഡ് യൂസ് ഡയലൂഷൻ. എന്താണ്? ഈ ഡയലൂട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം അണുനാശിനി ഉണ്ടാവേണ്ടത്. ഷുഡ് ഹാവ് ഗുഡ് ക്ലീനിങ് പ്രോപ്പർട്ടീസ്. നല്ല രീതിയിൽ പ്രോപ്പർട്ടീസ് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കണം. പിന്നെ എന്താണ്? ഷുഡ് നോട്ട് ഹാം ദ എൻവയോൺമെന്റ് ഓൺ ഡിസ്പോസൽ. നമ്മൾ ഇത് ഉപയോഗിക്കുമ്പോ എന്താണ്? എൻവയോൺമെന്റിന് ദോഷകരമാകാത്ത രീതിയിലുള്ളതായിരിക്കണം അണുനാശിനി എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇത്തരം കാര്യങ്ങളാണ് അണുനാശിനിയെ കുറിച്ച് പഠിക്കാനുള്ളത്. അപ്പൊ ഫസ്റ്റ് തുടങ്ങി പറയാൻ ഒന്നുകൂടി എന്താണ് ആന്റി മൈക്രോബയൽ സ്പെക്ട്രം അല്ലെ, എക്സ്റ്റെൻസീവ് ആക്കുക. അതുപോലെ തന്നെ പെട്ടെന്ന് കൊല്ലാൻ പറ്റുന്ന രീതിയിലായിരിക്കണം അണുനാശിനി ഉണ്ടായിരിക്കേണ്ടത്. അതുപോലെ ഓർഗാനിക് മാട്രിക്സ് അല്ലെ, ഓർഗാനിക് മാറ്റർ, ബ്ലഡ്, സ്പ്യൂട്ടം, ഫീസിയസ്, ഇതൊക്കെയാണ് ഓർഗാനിക് മാറ്റർ എന്ന് പറയുന്നത്. അപ്പോ അതുമായിട്ട് പ്രവർത്തിക്കുന്നതും അതുപോലെ തന്നെ സോപ്പ്, ഡിറ്റർജന്റ്, അതർ കെമിക്കൽസുമായിട്ട് യോജിച്ചു പോകാൻ കഴിവുള്ളതുമായിരിക്കണം. പിന്നെ എന്താണ്? പേഷ്യന്റിന് ഡേഞ്ചറസ് ആവുന്ന രീതിയിൽ ആവാൻ പാടില്ല. അതുപോലെ തന്നെ ക്ലോത്ത്, റബ്ബർ, പ്ലാസ്റ്റിക്, അതർ മെറ്റീരിയൽസ്, ഇവയ്ക്കൊക്കെ എന്താണ് ദോഷകരമാവുന്ന രീതിയിലാവരുത് അണുനാശിനി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലേബലില് ഡയറക്ഷൻസ് കൊടുത്തിട്ടുണ്ടാവും. ഈ ഡയറക്ഷൻസ് നോക്കിയിട്ട് അത് ഉപയോഗിച്ചുകൊണ്ട് അത് യൂസ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കണം അണുനാശിനി ഉണ്ടായിരിക്കേണ്ടത്. അതുപോലെ കൂടുതൽ സ്മെല്ല്, ദോഷകരമായിട്ടുള്ള സ്മെല്ലുകളൊന്നും ഉണ്ടാവാത്ത രീതിയിലായിരിക്കണം അണുനാശിനി ഉണ്ടായിരിക്കേണ്ടത്. പിന്നെന്താണ്? ഹൈ കോസ്റ്റ് ഉണ്ടാവാൻ പാടില്ല. വാട്ടറിൽ ലയിച്ചു പോകാൻ പറ്റുന്നതായിരിക്കണം. അതുപോലെ യൂസ് ഡൈല്യൂട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. നല്ല രീതിയിൽ പ്രോപ്പർട്ടീസ് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റണം. അതുപോലെ തന്നെ ഈ അണുനാശിനി ഉപയോഗിക്കുമ്പോൾ എൻവയോൺമെന്റിന് ദോഷമൊന്നും ഉണ്ടാകാൻ പാടില്ല. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഇനി എന്താ ചലഞ്ചസ് ഒന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? ക്ലിയർ അല്ലേ? ടോമി എന്ത് പറ്റി? ഡൗട്ട് ഇല്ല എന്നാണോ പറഞ്ഞത്? ഓക്കെ, ചലഞ്ചസ് എന്താ? വെല്ലുവിളി അല്ലേ? ചലഞ്ചസ് നോക്കിയേ. കൺസിഡേർഡ് ആസ് ലോ പ്രയോറിറ്റി ആക്ടിവിറ്റി. നമ്മൾ പറഞ്ഞു എന്താണ്? സ്റ്റാഫിന് ഏത് തരത്തിലുള്ള ഇതാണ് കൊടുക്കുന്നത്? ലോ പ്രയോറിറ്റിയിലെ കൊടുക്കുന്നത്. ക്ലീനിങ് സ്റ്റാഫിന് നമ്മൾ ഓർഗാനോഗ്രാം പഠിച്ചപ്പോ
ഏത് തരത്തിലുള്ളതാണ്? 3 ലെവൽ ഉണ്ടല്ലേ. ഫസ്റ്റ് മാനേജർ, പിന്നെ സൂപ്പർവൈസർ, പിന്നെ എന്താണ് ഏറ്റവും താഴെത്തട്ടിലാണ് വർക്ക് ചെയ്യുന്ന എംപ്ലോയീസ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അവർക്ക് എന്താണ് പ്രയോറിറ്റി കൊടുക്കുന്നത്? ലോ പ്രയോറിറ്റി ആണ്. എന്നിരുന്നാൽ കൂടിയും അവർ ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് എന്താണ് അല്ലെ? ക്ലീനിങ് ആണ് അല്ലെ. അപ്പൊ അവർക്ക് ഹൈ പ്രയോറിറ്റി അല്ലേ കൊടുക്കേണ്ടത്? അവരുടെ ചലഞ്ചസ് എന്ന് പറയുന്നത് ലോ പ്രയോറിറ്റി ആക്ടിവിറ്റി. പിന്നെന്താണ് ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ്. എന്തായിരിക്കും? സാലറി എങ്ങനെയായിരിക്കും അവർക്ക്? സാലറി കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിയന്ത്രിക്കുക അല്ലെ. സാലറി എങ്ങനെയാണ്? കുറവാണ് കൊടുക്കുന്നത്. ഓക്കെ. പിന്നെന്താണ്? മാൻ പവർ ഷോർട്ടേജ് അല്ലെ. ഓക്കെ. പിന്നെന്താണ്? അൺവില്ലിംഗ് സൂപ്പർവിഷൻ. എന്താണ്? ഇഷ്ടമല്ലാത്ത സൂപ്പർവിഷൻ ആകുന്നത് കൊണ്ട് ഒരു വെല്ലുവിളിയാണ്. അതുപോലെ തന്നെ ലാക്ക് ഓഫ് അവയർനെസ്. അവർക്ക് എന്താണ് ഏത് ജോലി ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്ന് ചിലപ്പോ ആരും പറഞ്ഞു കൊടുക്കാനില്ലാത്ത അവസ്ഥകൾ, അവയർനെസ് ഉണ്ടാവില്ല. അതൊക്കെ എന്താണ് ചലഞ്ചസ് ആയിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ കോൺഫ്ലിക്റ്റ്. എന്താണ് കോൺഫ്ലിക്റ്റ്? തർക്കങ്ങള്. ഇന്ററപ്ഷൻസ് എന്താണ്? ഇന്ററപ്ഷൻസ്, തടസ്സങ്ങൾ ഉണ്ടാകുന്നത്. അതുപോലെ തെറ്റ് ആൻഡ് വേസ്റ്റേജ്. തെറ്റ് എന്താണ്? മോഷണം. പിന്നെന്താണ്? വേസ്റ്റേജുകൾ അല്ലെ. യൂസ് ചെയ്യുന്ന എന്താണ് ഓരോ ഐറ്റംസും ചിലപ്പോൾ വേസ്റ്റിംഗ് സംഭവിക്കാം. അതൊക്കെ എന്താണ് ഹൗസ് കീപ്പിംഗ് സർവീസിൽ പറയുന്ന ചലഞ്ചസ് ആണ്. ഓക്കെ. ചലഞ്ചസ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. ഇനി പറയണോ ചലഞ്ചസ്? ഡൗട്ട് ഉണ്ടോ? ഒന്നുകൂടി പറയണോ? എന്താണ് അവർക്ക് കൊടുക്കുന്നത്? ലോ പ്രയോറിറ്റി ആണ് അല്ലെ. സ്റ്റാഫുകൾക്ക് കൊടുക്കുന്നത് ലോ പ്രയോറിറ്റി ആണ്. ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞാൽ അവർക്ക് കൊടുക്കുന്ന സാലറി എന്താണ്? ലോ റേറ്റ് ആണ് അല്ലെ. ലോ സാലറി ആണ്. അതുപോലെ മാൻ പവർ ഷോർട്ടേജ്. ചിലപ്പോൾ എന്താണ് ഹൗസ് കീപ്പിങ്ങിനൊന്നും ആളുകൾ ഉണ്ടാവില്ല. അതുപോലെ തന്നെ അൺവില്ലിംഗ് സൂപ്പർവിഷൻ. അവരെ സൂപ്പർവൈസ് ചെയ്യാനൊന്നും ആളുകൾ ഉണ്ടാവില്ല. അതുപോലെ അവർക്ക് അവയർനെസ് കൊടുക്കാൻ ആൾക്കാരുണ്ടാവില്ല. തർക്കങ്ങൾ ഉണ്ടാകുന്നുണ്ട്, തടസ്സങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തെറ്റുകൾ, മോഷണം സംഭവിക്കാം, പല വേസ്റ്റേജുകൾ വരുന്നുണ്ട്. ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് പോർഷൻ ആണ് ഹൗസ് കീപ്പിംഗ് മാനേജർ റെസ്പോൺസിബിലിറ്റീസ്. ഫസ്റ്റ് പോയിന്റ് എന്താണ്? മോണിറ്റർ ഓൾ ദ ഡെയിലി റൂട്ടീൻ, ഡെയിലി ഓപ്പറേഷൻസ് ഓഫ് ദ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ്, maintaining the cleanliness of the all rooms and public area every day. എന്താ പറയുന്നത്? ഈ ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിലെ ഡെയിലി ഓപ്പറേഷൻസ് മോണിറ്റർ ചെയ്യണം. ആരാ ചെയ്യേണ്ടത്? ഹൗസ് കീപ്പിംഗ് മാനേജറിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. ഫസ്റ്റ് പോയിന്റ് പറയുന്നത് ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഡെയിലി ഓപ്പറേഷൻസ് മോണിറ്റർ ചെയ്യാം. പിന്നെ എന്താണ്? Lead, hire and training housekeeping staff to stick to high standards of the cleanliness and customers contentment. Customers contentment എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കസ്റ്റമേഴ്സിന്റെ എന്തായിരിക്കും contentment? കസ്റ്റമേഴ്സിന്റെ സംതൃപ്തി. പഠിച്ചിട്ടുണ്ടോ? സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ. അപ്പൊ സാറ്റിസ്ഫാക്ഷൻ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ അവിടെ വരുന്ന പേഷ്യൻസ് സംതൃപ്തരാകുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? സ്റ്റാഫുകൾക്ക് നല്ല രീതിയിൽ ഹൗസ് കീപ്പിംഗുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റാഫുകൾക്ക് ട്രെയിനിങ് കൊടുക്കുക, അവരെ നയിക്കുക, അവരെ ഹയർ ചെയ്യുക അല്ലെ, നിയമിക്കുക. ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ആരാണ്? ഹൗസ് കീപ്പിംഗ് മാനേജർ ആണ്. Supervise the housekeeping department, budget, take inventory and make sure that of adequate cleaning supplies. എന്താ ചെയ്യുന്നത്? ഇനി സൂപ്പർവൈസ് ചെയ്യുക അല്ലെ, മേൽനോട്ടം വഹിക്കുക. എന്തിനു വേണ്ടിയിട്ടാണ്? ഹൗസ് കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ബഡ്ജറ്റ് തയ്യാറാക്കാനായിട്ട്. അതുപോലെ തന്നെ ഇൻവെന്ററീസ് അല്ലെ, ഹൗസ് കീപ്പിംഗുമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റോക്കുകൾ ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ക്ലീനിങ് സപ്ലൈസ് അല്ലെ, സ്റ്റോക്കുകൾ നോക്കുക. അതുപോലെ തന്നെ ക്ലീനിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് ആവശ്യത്തിന് ഉണ്ടോ എന്നുള്ളതും ചെക്ക് ചെയ്യുക. സൂപ്പർവൈസ് ചെയ്യുന്നത് ആരാണ്? ഹൗസ് കീപ്പിംഗ് മാനേജർ ആണ്.
Documents area cleaned by housekeeping attendant. Okay, മനസ്സിലായോ? ഒന്ന് അടിയിലൊന്ന് വരച്ചു വെച്ചേ, മാർക്ക് ചെയ്ത് വെച്ചേ. Documents area clean ചെയ്തത് ആരാണ്? Housekeeping attendants ആണ്. And report any problems such as room damage and maintenance request from the front office. ഇനി എന്തെങ്കിലും റൂമിൽ ഡാമേജസുകൾ, എന്തെങ്കിലും മെയിൻ്റെനൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട റിക്വസ്റ്റുകൾ ഫ്രണ്ട് ഓഫീസിലേക്ക് വരുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യേണ്ടത് ഹൗസ് കീപ്പിംഗ് മാനേജറിന്റെ ഡ്യൂട്ടിയാണ്. ഇനി എന്താണ്? മേക്ക് ഷുവർ ദാറ്റ് ഓൾ ക്ലീനിങ് എക്യുപ്മെന്റ്സ് is in proper working condition and make arrangements for repairs as needed. അപ്പോൾ ക്ലീൻ ചെയ്യുന്ന എക്യുപ്മെന്റ്സ് പ്രോപ്പർ വർക്കിംഗ് കണ്ടീഷൻ ആണോ? അല്ലെ, നമ്മൾ പറഞ്ഞു എക്യുപ്മെന്റ്സ് ഏതൊക്കെയാണ്? വാക്യൂം ക്ലീനർ, അങ്ങനെയുള്ള എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ. അത് പ്രോപ്പർ ആയിട്ട് വർക്കിംഗ് കണ്ടീഷൻ ആണോ, അല്ലെങ്കിൽ എന്തെങ്കിലും റിപ്പയേഴ്സ് അതിന് ആവശ്യമുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടത് ആരാണ്? മാനേജറാണ്. അതുപോലെ എന്താണ്? റെക്കമെൻഡഡ് സർവീസ് ഇംപ്രൂവ്മെന്റ്സ് ടു ദ മാനേജ്മെന്റ്. ഇനി നമ്മൾ അവിടെ കൊടുക്കുന്ന ഹൗസ് കീപ്പിംഗ് സർവീസിൽ കൊടുക്കുന്ന സർവീസുകൾ എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ്സ് വരുത്തേണ്ടതായിട്ടുണ്ടെങ്കിൽ അത് നോക്കേണ്ടത് ആരാണ്? അതിന് ശുപാർശ കൊടുക്കേണ്ടത്, എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ്സ് വേണം എന്നുള്ളത് ശുപാർശ കൊടുക്കേണ്ടത്, റെക്കമെൻഡേഷൻ കൊടുക്കേണ്ടത് ആരാണ്? ഈ മാനേജറാണ്. Make sure that complies with the safety and sanitization policies. ഇനി എന്തെങ്കിലും സാനിറ്റൈസേഷൻ പോളിസീസോ അല്ലെങ്കിൽ സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട് സാനിറ്റൈസേഷനുമായിട്ട് ഹൗസ് കീപ്പിംഗുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും കംപ്ലൈന്റ്സ് വരികയാണെങ്കിൽ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കേണ്ടത് ആരാണ്? ഈ മാനേജറാണ്. ഇനി എന്താണ്? എസ്റ്റാബ്ലിഷ് സ്റ്റാൻഡേർഡ്സ് ആൻഡ് പ്രൊസീജിയേഴ്സ് ടു വർക്ക്. അല്ലെ, അവരുടെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റാൻഡേർഡ്സ് പ്രൊസീജിയേഴ്സും എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടത്, രൂപീകരിക്കേണ്ടത് ആരാണ്? ഹൗസ് കീപ്പിംഗ് മാനേജറാണ്. ക്രിയേറ്റ് സ്റ്റാഫ് ഷെഡ്യൂൾസ്. ഷെഡ്യൂൾസ് അറിയാലോ, ഓരോ ഡ്യൂട്ടീസ് ഒക്കെ ഉണ്ടാവും സ്റ്റാഫിന്. നൈറ്റ് ഡ്യൂട്ടി അല്ലെ, സ്റ്റാഫിന് ഷെഡ്യൂൾസുകൾ, ഡേ ഷിഫ്റ്റുകൾ ഏതൊക്കെയാണ്? നൈറ്റ് ഷിഫ്റ്റ് ആണോ, ഡേ ഷിഫ്റ്റ് ആണോ, എന്നുള്ള ഷെഡ്യൂൾസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യേണ്ടതും ഈ ഹൗസ് കീപ്പിംഗ് മാനേജറാണ്. മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ? സ്റ്റാഫ് ഡ്യൂട്ടി അറേഞ്ച് ചെയ്യും. ഇത്രയും ഉള്ളൂ. നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഇനി എടുക്കാൻ പോകുന്നത് ക്വാളിറ്റി മാനേജ്മെന്റ് ആണ് കേട്ടോ. ഓക്കെ, ഡൗട്ട് ഉണ്ടോ മക്കളെ? ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. എളുപ്പമല്ലേ ഈ ചാപ്റ്റർ? ഓക്കെ, താങ്ക് യു.